ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ആമസോൺ EC2ൻ്റെ ഗ്ലോബൽ വ്യൂ എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചറിനെ കുറിച്ചാണ്. അത് സെപ്റ്റംബർ 28, 2021 റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ഇപ്പോൾ EC2ൻ്റെ ഡാഷ്ബോർഡിൽ നിന്നുകൊണ്ടും അതേപോലെ VPCയുടെ കൺസോളിൽ നിന്നുകൊണ്ടും നമുക്കിത് വ്യൂ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ EC2ൻ്റെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സർവീസുകൾ നമുക്ക് എല്ലാ റീജിയണിലെയും ടോട്ടൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഡാഷ്ബോർഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. VPC, സബ്നെറ്റ്, ഇൻസ്റ്റൻസ്, അതുപോലെ സെക്യൂരിറ്റി ഗ്രൂപ്പ്, വോളിയം, ഇതെല്ലാം അക്രോസ് AWS റീജിയൻ നമുക്ക് ഇവിടെ ഷോർട്ടായിട്ട് കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അവരുടെ ഡോക്യുമെൻറ്റേഷൻ ഒന്ന് നോക്കാം. ഇതാണ് EC2 ഓഫർ ഗ്ലോബൽ വ്യൂ ഓൺ കൺസോൾ. അതിനകത്ത് അവർ പറയുന്നുണ്ട്, യു ക്യാൻ നൗ വ്യൂ AWS റിസോഴ്സ് സച്ച് ആസ് ഇൻസ്റ്റൻസ്, VPC, സബ്നെറ്റ്, സെക്യൂരിറ്റി ഗ്രൂപ്പ്, വോളിയം അക്രോസ് ദ AWS റീജിയൻ എന്ന് അവർ പറയുന്നുണ്ട്. നേരത്തെ ഇതുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഓരോ റീജിയണിലും പോയിട്ട് നോക്കണമായിരുന്നു എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇത് ഈ കൺസോളിൽ നിന്നുകൊണ്ട് തന്നെ, ഗ്ലോബൽ വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും എത്ര ഉണ്ടെന്നുള്ളതെല്ലാം അറിയാൻ പറ്റും. അതേപോലെ ഇത് പറയുന്നത് VPCയുടെയും EC2ൻ്റെയും കൺസോളാണ് അവർ പറയുന്നത്. അതേപോലെ നമുക്കിപ്പോൾ ടോട്ടൽ റീജിയൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 25 റീജിയനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 81 അവൈലബിൾ സോണും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. US ഗവൺമെൻറ് ഇതുണ്ട്, അതേപോലെ തന്നെ ചൈനയുടെ 4 ഉണ്ട്. അങ്ങനെ 4 അവോയ്ഡ് ചെയ്ത് 21 ആണ്. 21 ബൈ ഡിഫോൾട്ട് 4 ഡിസേബിൾഡ് ആണ്. ചില അക്കൗണ്ടിൽ, എൻ്റെ അക്കൗണ്ടിൽ ഡിസേബിൾഡ് ആണ് 4. 17 ഇപ്പോൾ ടോട്ടൽ ഉണ്ടാവുള്ളൂ 21. അതേപോലെ 4 റീജിയൻ എൻ്റെ അക്കൗണ്ടിൽ ഡിസേബിളാണ്. ബഹ്റൈൻ, ആഫ്രിക്ക, അതേപോലെയുള്ള റീജിയൻസ്. ഇപ്പോൾ ബാലൻസ് 17 റീജിയനാണ് ആക്റ്റീവായിട്ടുള്ളത് എൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ബില്ലിങ്ങിൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ടോപ്പിൽ അക്കൗണ്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ AWS റീജിയനിൽ മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീജിയൻ ഏതൊക്കെയാണ് എനേബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. AWS റീജിയൻ്റെ അണ്ടറിൽ അപ്പോൾ അതിനകത്ത് എൻ്റെ 21 4 ഡിസേബിൾഡ് ആണ്, ബാക്കിയെല്ലാം എനേബിൾഡും ആണ്. നമുക്ക് എനേബിൾ ചെയ്യാം. ബഹ്റിൻ, ക്യാപ് ടൗൺ, ഹോങ്കോങ്, അതേപോലെ തന്നെ യൂറോപ്പിലേതൊരു ഇതാണ്. അപ്പോൾ നമുക്കിപ്പോൾ EC2 ഡാഷ്ബോർഡിൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ EC2 ഗ്ലോബൽ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ റൈറ്റ് സൈഡും മിഡിലായിട്ട് അവിടെയും EC2 ഗ്ലോബൽ വ്യൂ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം പേജ് തന്നെയാണ്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്ലോബൽ വ്യൂവിലാണ് നിൽക്കുന്നത്. അവിടെ റീജിയൻ എക്സ്പ്ലോർ ഉണ്ട്, ഗ്ലോബൽ സെർച്ച് ഉണ്ട്, പിന്നെ അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. താഴത്തെ ടോട്ടൽ 21 റീജിയൻസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ മുകളിൽ എനേബിൾഡ് റീജിയൻ കാണിച്ചിരിക്കുന്നത് 17 അതുപോലെ ഓരോ റീജിയണിലും എത്ര ഇൻസ്റ്റൻസ് ഉണ്ടെന്നുള്ള VPC, വോളിയം, സെക്യൂരിറ്റി ഗ്രൂപ്പ്, സബ്നെറ്റ് എല്ലാം ഇവിടെ ടോട്ടൽ ഇതാണ് കാണിച്ചത്. അതായത് ഇത്ര റീജിയണിലായിട്ട് ടോട്ടൽ ഉണ്ട്. ബൈ ഡിഫോൾട്ട് VPC ബൈ ഡിഫോൾട്ട് എല്ലാ റീജിയണിലും ഉണ്ടാകും. അപ്പോൾ എല്ലാത്തിലും ഓരോ കൗണ്ടും, സബ്നെറ്റ് 3 ഉണ്ടാകും. എല്ലാം കൗണ്ട് അവിടെ കാണിക്കും. അല്ലാതെ നമ്മൾ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തത് നമ്മളിവിടെ ടോട്ടൽ കാണാനായിട്ട് പറ്റും. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഞാൻ ഒഹിയോയിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒഹിയോ റീജിയണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ഇതിനകത്ത് ഡിസേബിളാണ്. ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ബഹ്റൈനൊക്കെ ഇതിനകത്ത് കാണിക്കുന്നത്. അത് എനേബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ നോട്ട് ഓപ്റ്റഡ് ഇൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ US ഈസ്റ്റ് ഒഹിയോ റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം 4 ഇൻസ്റ്റൻസ് അവിടെ റണ്ണിങ് ഉണ്ട്. VPC 5 ഉണ്ട്, 18 സബ്നെറ്റ് ഉണ്ട്, 16 സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്, 5 വോളിയം ഉണ്ട് ആ VPCയിൽ. അതായത് ആ ഒഹിയോ റീജിയനിൽ, ആ റീജിയനിലാണ് ഞാൻ ഇൻസ്റ്റൻസൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടോട്ടൽ 17 റീജിയനിൽ ഇൻസ്റ്റൻസ് 4 ഉള്ളത്. അത് ഒരു റീജിയണിൽ തന്നെയാണ്. ഇപ്പോൾ 2 റീജിയനിലായിട്ടാണ് സ്പ്ലിറ്റപ്പ് ചെയ്തേക്കണമെങ്കിൽ അവിടെ 2 റീജിയണിൽ കാണിക്കും. അതുപോലെ VPC 21 ആണ് ടോട്ടൽ കാണിക്കുന്നത്. അത് 17 + 4, അതായത് ഞാൻ അഡീഷണൽ 4 ക്രിയേറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് 21. 17 റീജിയനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വോളിയം 5 അത് ഒരു റീജിയണിൽ തന്നെയാണ് കാണിച്ചത്, ഒഹിയോൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ 32 സെക്യൂരിറ്റി ഗ്രൂപ്പ് കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ 17 റീജിയനുണ്ട്. അതേപോലെ തന്നെ സബ്നെറ്റും 17 റീജിയൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ 17 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഓവർവ്യൂ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോന്നിലും ഗ്ലോബൽ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ ഓരോന്നും ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേറെ റീജിയൻ മാറേണ്ട കാര്യമില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാം വേണമെങ്കിൽ. അതിൻ്റെ ഒരു അസറ്റ്, അതായത് ഇൻവെൻട്രി പോലെയൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ലിസ്റ്റ് വരുന്നത്. നെയിം, റീജിയൻ, റിസോഴ്സ് ടൈപ്പ്, ടാഗ് കീ, ടാഗ് വാല്യൂ, ഇത്രയും കാര്യങ്ങളാണ് ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റൻസ് വൈസ് ആണെങ്കിൽ ഇൻസ്റ്റൻസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ആ ഓരോ ഇൻസ്റ്റൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചോണം, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ആണ്. ഞാൻ അതിൻ്റെ IP അഡ്രസ്സ് കിട്ടും, അതേപോലെ തന്നെ ഇൻസ്റ്റൻസ് ID കിട്ടും, സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കിട്ടും, ടൈപ്പും അതിൻ്റെ VPCയും സബ്മിറ്റ് ഏതൊക്കെയാണെന്നുള്ളത് കാണാനായിട്ട് പറ്റും നമുക്ക്. ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ സെർച്ചിൽ ഫിൽട്ടർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ റിസോഴ്സ് ടൈപ്പ് ഇൻസ്റ്റൻസ് വെച്ച് ഫിൽട്ടർ ചെയ്തായിരുന്നു. എൻ്റെ എല്ലാ ഇൻസ്റ്റൻസും കാണിച്ചിട്ടുണ്ട് ഇവിടെ, എല്ലാ റീജിയൻ്റെയും കാണിക്കും. ഇപ്പോൾ എൻ്റെ ഒഹിയോയിൽ മാത്രമുണ്ട്, ഒഹിയോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ IP അഡ്രസ്സ്, ടൈപ്പ് ചെയ്താണ് ഇൻസ്റ്റൻസ് ID, ഏത് VPC സബ്മിറ്റ്, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് അടുത്ത പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് റീജിയൻ സെപ്പറേറ്റ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. വോളിയം ടാഗ് ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാം. എന്ന് വെച്ചാൽ ഈ സർവീസ് ഗ്ലോബൽ വ്യൂ സർവീസ് പറഞ്ഞാൽ ഗ്ലോബലിയാണ് നിൽക്കുന്നത്, റീജിയൻ സ്പെസിഫൈ ചെയ്തിട്ടുള്ള. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് മാറാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മാനേജ് ഏതൊരു ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് മാനേജ് ഇൻസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആ ഒരു ഇൻസ്റ്റൻസിലേക്കായിരിക്കും, ആ റീജിയനിലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ വ്യൂവിൻ്റെ യൂസ്. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് സ്വിച്ച് ചെയ്യാതെ നമുക്ക് ആ ഗ്ലോബൽ വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ S3 ബക്കറ്റ് നമുക്ക് ഗ്ലോബൽ വ്യൂ ആണ്, അത് അവിടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ S3 ബക്കറ്റും നമുക്ക് അവിടെ ആ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഗ്ലോബൽ EC2ൻ്റെ ഗ്ലോബൽ വ്യൂ. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ടോട്ടൽ എത്ര ഇൻസ്റ്റൻസ് ഉണ്ട്, ഏതൊക്കെ റീജിയൻ, അതെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.